ഹായ്, നിങ്ങൾക്ക് നല്ലൊരു ഫിലിം മേക്കർ ആണോ? സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ, ആക്ടർ, സൗണ്ട് ഡിസൈനർ, ഡയറക്ടർ ഇതൊന്നും അല്ലെങ്കിൽ നല്ലൊരു ഫിലിം ക്രിട്ടിക് ആണോ? എങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാം. സിനിമ എന്ന് പറയുന്നത് വെറും ഒരു മൂവിങ് ഇമേജസ് മാത്രമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സിനിമ എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് ത്രൂ ലൈറ്റിംഗ്, കോമ്പോസിഷൻ ആൻഡ് ഇമോഷൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയെല്ലാം ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ഞാൻ മുന്നേ പറഞ്ഞത്. സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ഡയറക്ഷൻ, ആക്ടിംഗ്, സൗണ്ട് ഡിസൈനിങ്. അപ്പം ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ഈ ചാനലിൽ നല്ല ഗ്രേറ്റ് ഫിലിംസ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യും. സോ വെൽക്കം ടു സിംപ്ലി മറിയം. ഇപ്പോൾ ന്യൂ ടെക്നോളജിയിലുള്ള ഫോണുകൾ എല്ലാവരുടെയും കയ്യിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പല ഷോർട്സുകൾ എടുത്തു വെക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് റീൽസായിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എടുക്കുന്ന ഷോർട്സിനെ കുറിച്ച്. നല്ല ഷോർട്സ് എടുത്താലേ നല്ല റീൽസ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് സിനിമാറ്റോഗ്രഫി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. ഇതിൽ സിനിമാറ്റോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് 5 C's ഓഫ് സിനിമാറ്റോഗ്രഫിയാണ്. ഈ 5 C's എന്ന് പറയുന്നത് 1 ക്യാമറ ആംഗിൾ, 2 കണ്ടിന്യൂറ്റി, 3 കോമ്പോസിഷൻ, 4 ക്ലോസപ്സ്, 5 കട്ടിങ്. ഇതാണ് 5 C's ഓഫ് സിനിമാറ്റോഗ്രഫി. ഇതിനെക്കുറിച്ച് മസ്റ്റായിട്ടും ഒരു നല്ല ഫിലിം മേക്കർ ആകാൻ ആഗ്രഹിക്കുന്ന ആൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ക്യാമറ ആംഗിൾസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ലോ ആംഗിൾ, ഹൈ ആംഗിൾ, ഡച്ച് ആംഗിൾ, ഓവർ ദ ഷോൾഡർ, ഇത്രയാണുള്ളത്. ലോ ആംഗിൾ എന്ന് പറയുന്നത് ഭയങ്കര ഇൻറ്റിമിഡേറ്റിംഗ് അല്ലെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ആളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആംഗിളാണ്. ഇത് ശരിക്കും ആൻസ് പോയിന്റ് ഓഫ് വ്യൂ എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് ഒരു ഉറുമ്പ് ലോകത്തെ കാണുന്നത് പോലെയാണ് ഈ ആംഗിൾ ഇരിക്കുന്നത്. അത്രയും പവർഫുള്ളായ ഒരു ലോകത്തെയാണ്, അല്ലെങ്കിൽ അത്രയും ഇൻറ്റിമിഡേറ്റിംഗ് ആയ ഒരു കാര്യത്തെയാണ് നമ്മൾ ഈ ആംഗിളിലൂടെ കാണുന്നത്. ഇമോഷൻസിനെ പെർസീവ് ചെയ്യാൻ ഈ ക്യാമറ ആംഗിളിന് കഴിയണം. അതായത് ഈ ക്യാരക്ടർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വോയിസ് മ്യൂട്ട് ചെയ്താൽ പോലും, ബാക്കി സറൗണ്ടിങ് എല്ലാം വോയിസ് മ്യൂട്ട് ചെയ്താൽ പോലും നമുക്ക് മനസ്സിലാകണം ഈ ക്യാരക്ടർ ഇപ്പോൾ ലോ ആംഗിളിലാണ് കാണുന്നതെങ്കിൽ ഈ ക്യാരക്ടർ എത്ര പവർഫുൾ ആണെന്ന് നമുക്ക് അറിയാൻ കഴിയണം. ഹൈ ആംഗിൾ വരുന്നത് വീക്ക്നെസ്സിനെ കാണിക്കാൻ വേണ്ടിയാണ്. അതായത് അത്രയും വീക്കായിട്ടുള്ള ഒരാളെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്നത് പോലെയാണ്. മറ്റേ ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും കഥ ബൈബിളിലുണ്ടല്ലോ, ഏകദേശം അതുപോലെയാണ്. ഗോലിയാത്തിൻ്റെ സൈസുള്ള ഒരാൾ ദാവീദിനെ കാണുന്ന പോലെയാണ് ഈ ആംഗിൾ ഇരിക്കുന്നത്. ഈ ഹൈ ആംഗിൾ ഗോഡ്സ് പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അത്രയും വലിയ ഉയരത്തിൽ നിന്ന് ഒരാളെ, ഒരു ചെറിയ മനുഷ്യനെ, അയാളുടെ ചെറിയ കഷ്ടപ്പാടിനെ, അയാളുടെ അവസ്ഥയെ നമ്മൾ കാണുന്നതിനെയാണ് നമ്മൾ ശരിക്കും ഹൈ ആംഗിൾ എന്ന് പറയുന്നത്. മെമ്മറീസിൽ പൃഥ്വിരാജ് ആൽക്കഹോളിക്കായി തൻ്റെ ഫിസിക്കൊന്നും നോക്കാതെ ഭയങ്കരമായിട്ട് അലമ്പനായി നടന്നതിന് ശേഷം വില്ലനെ കൈയോട് കൈ, അതായത് ഒരു വിത്തിൻ സെക്കൻഡ്സ് ഒന്നുകൂടെ ആഞ്ഞോടിക്കഴിഞ്ഞാൽ വില്ലനെ കിട്ടുന്ന അവസരത്തിൽ എത്തുമെങ്കിലും കിട്ടാതെ വീണു പോകുന്ന ഒരവസ്ഥയുണ്ട്, പരാജയപ്പെട്ടു പോയവൻ്റെ അവസ്ഥ. ആ സമയത്ത് പൃഥ്വിരാജ് താഴെ ഇരുന്ന് പോകുമ്പോൾ കരയുന്നത് മുകളിലോട്ട് നോക്കിയാണ്. അതായത് ക്യാമറ ആംഗിൾ വരുന്നത് മുകളിൽ നിന്നാണ്. ഡച്ച് ആംഗിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്നെ കാണുമ്പോൾ ഒരു അൺഈസ്നെസ് അല്ലെങ്കിൽ ഇൻസ്റ്റബിലിറ്റി തോന്നുന്നില്ലേ? ഇത് തന്നെയാണ് ഡച്ച് ആംഗിൾ. അതായത് ക്യാരക്ടറിന് അൺഈസ്നെസ്സും ഇൻസ്റ്റബിലിറ്റിയും ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന ഒരു ആംഗിളാണ് ഡച്ച് ആംഗിൾ. നീ എന്നെ പിടിക്ക മുടിയാതെ, എங்கே അടച്ചേക്ക മുടിയാതെ, അടച്ചു വെക്ക മുടിയാതെ, നീ എന്നെ കാത്ത. ഇത് ശരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ദി തേർഡ് മാൻ എന്ന് പറയുന്ന മൂവിയിലാണ്. 1949 അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ആ ക്യാരക്ടറിന്റെ ഏലിയനേഷൻ ടു ദ
ഫോറിൻ എൻവയോൺമെൻറ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഈ മെത്തേഡ്, അതായത് ഈ ആംഗിൾ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ തമിഴിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പരിയേരും പെരുമാൾ എന്നുള്ള മൂവിയിൽ ഇതുപോലെ തന്നെ ഡച്ച് ആംഗിൾ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് കൺഫ്രണ്ടേഷൻ സീനിൽ പ്രൊട്ടഗോണിസ്റ്റ് അഗ്രഷൻ ഫേസ് ചെയ്യുമ്പോൾ ക്യാമറ ടിൽറ്റ് കൊണ്ട് ശരിക്കും ഒരു ആങ്സൈറ്റിയും എന്താ പറയുക അൺഈസ്നെസ്സും ഒക്കെ നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ യൂസ് ചെയ്യുന്ന ആംഗിളാണ് ഡച്ച് ആംഗിൾ. അതായത് ഈ സിനിമയിൽ ഈ ഡച്ച് ആംഗിൾ ഉപയോഗിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ക്യാരക്ടറിൻ്റെ ഇൻസ്റ്റെബിലിറ്റി ആൻഡ് അൺഈസ്നെസ് ശരിക്കും ഒരു ഡിസോറിയൻറ്റേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിൽ തന്നെ അയ്യോ ഇത് കുറച്ച് പ്രശ്നമാണല്ലോ, ഇനി എന്താ, നമുക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു ക്ലോസ്ട്രോഫോബിക് എഫക്റ്റ് നമ്മളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഡച്ച് ആംഗിളിന് കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ஆனந்தா, நீ சினிமாவை விட்டு விலகிட்டா நாளைக்கு நீ கேட்கிற பதவி உன்னோடையது. நாளைக்கு நீ கேட்கிற பதவி உன்னோடையது. ഓവർ ദ ഷോൾഡർ ആംഗിളിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഓവർ ദ ഷോൾഡർ ആംഗിൾ എന്ന് പറയുന്നത് ഓഡിയൻസിനെ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷനിൽ ഇൻവോൾവ് ആക്കുക എന്നുള്ളതാണ്. ഇത് അവരുടെ റിലേഷൻഷിപ്പ്, അതായത് അവരുടെ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുന്നത് നമ്മളെ കാണിച്ച് ഒരു പുതിയ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് അവരെത്തിച്ചേരുന്നത് നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് അവരുടെ വാല്യൂസും പേഴ്സ്പെക്റ്റീവ്സ് ഡെസ്റ്റിനീസ് എല്ലാം റിവീൽ ചെയ്ത് അതൊരു പുതിയ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് എത്തുന്നു. അതായത് ക്ലാസിക് മൂവീസിൽ ഈ ഒരു ഓവർ ദ ഷോൾഡർ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത് തമിഴിൽ അൻപേ ശിവത്തിൽ കമലഹാസനും മാധവനും തമ്മിലുള്ള ഒരു OTS ഷോട്ടുണ്ട്. അതിനകത്ത് ഉങ്ങൾക്ക് കടവുൾ നമ്പിക്കை இருக்கா എന്ന് മാധവൻ ചോദിക്കുമ്പോൾ കമലഹാസൻ തിരിച്ച് മറുപടി പറയുന്ന സീന് OTS ആംഗിളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട്, അതായത് ആ ഒരു സമയത്ത് കമലഹാസൻ നിങ്ങൾ തന്നെയാണ് ദൈവം, നിങ്ങളാണ് കടവുൾ എന്ന് മാധവനോട് പറയുന്നിടത്ത് അതുവരെ അവർ മറ്റൊരു എന്താ പറയുക അവർ തമ്മിലുണ്ടായിരുന്ന ഒരു റിലേഷന് പകരം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എമ്പതി അവർ തമ്മിൽ വർക്കാവുന്നുണ്ട്. ഒരു രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ കോൺവെർസേഷനിലേക്ക് ഓഡിയൻസിനെ കൊണ്ടുവരിക എന്നുള്ളത്, അതായത് പുതിയൊരു പോയിന്റ് ഓഫ് വ്യൂ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് OTSൻ്റെ ലക്ഷ്യം.